Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 66. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ശ്രീനിലയത്തിലെ ആ വലിയ സ്വീകരണ മുറിയിൽ കനത്ത നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. പുറത്ത് നേരിയ തണുപ്പ് നിറഞ്ഞ കാറ്റ് വീശുന്നുണ്ടെങ്കിലും ആ മുറിക്കുള്ളിൽ ഇരിക്കുന്നവർ അസ്വസ്ഥരായിരുന്നു. പഴയ പാർട്ടി സെക്രട്ടറി സദാനന്ദന്റെ നേതൃത്വത്തിൽ രാജേന്ദ്രനും അയാളുടെ ഭാര്യ വിജയനും അളിയൻ ഗംഗാധരനും അയാളുടെ മകൻ രാജീവും പ്രതികാരത്തിന്റെ പുതിയ വഴികൾ മെനഞ്ഞെടുക്കുകയായിരുന്നു. അവരുടെ മുഖങ്ങൾ പകയുടെയും ദേഷ്യത്തിന്റെയും നിഴലുകൾ വീണ് ഇരുണ്ടു കിടന്നു. സംസാരം തുടങ്ങിയത് വിജയായിരുന്നു. എന്റെ മോനെ കൊന്നതാരാണെന്ന് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുന്നേ അവള് വരെ കല്യാണം കഴിച്ചു പോയിരിക്കുന്നു. എന്റെ മോന്റെ കൊച്ചിനെ അവളത് കൊണ്ടുപോയി. ആ കൊച്ചിനെയെങ്കിലും എനിക്ക് തിരികെ വേണം. എന്റെ സജീവന്റെ ഓർമ്മയ്ക്ക് ഇനി ആ കുഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ ശ്രീനിലയത്തിലെ സ്വത്തിന്റെ അവകാശിയും ഇനി അവനല്ലേ. സ്വത്തിന്റെ അവകാശി എന്ന വാക്ക് കേട്ടതും ഗംഗാധരന്റെ മകൻ രാജീവ് വേഗത്തിൽ അച്ഛനെ നോക്കി കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ ആംഗ്യം കാണിച്ചു. അത് കൃത്യമായി മനസ്സിലാക്കിയ ഗംഗാധരൻ ഉടനെ വിജയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. നീ വിഷമിക്കാതിരിക്കുക വിജയെ, ആ കൊച്ചിനെ നമുക്ക് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാന്നേ. പക്ഷെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതല്ലല്ലോ. അയാൾ വളരെ സ്നേഹം നടിച്ച് അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഗംഗാധരന്റെയും രാജീവിന്റെയും മനസ്സിലിരിപ്പ് മറ്റൊന്നായിരുന്നു. ശ്രീനിലയത്തിലെ സ്വത്തുക്കൾക്ക് അവകാശികളായി വേറെ ആരും ഇല്ലാതെയായാൽ അതെല്ലാം തങ്ങളുടെ കൈപ്പടിയിൽ ഒതുക്കാമെന്ന ദുരാഗ്രഹം ആ അച്ഛന്റെയും മകന്റെയും കണ്ണുകളിൽ മിന്നിമറഞ്ഞു. കസേരയിൽ തലകുനിച്ചിരിക്കുകയായിരുന്ന രാജേന്ദ്രൻ പെട്ടെന്ന് മുഖമുയർത്തി. എനിക്ക് ആ കൊച്ചിനേക്കാളും വലുത് ഇപ്പോഴുണ്ടായി നാണക്കേടാ. ആ വിഷയം കാരണം എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നില്ലേ? ആ പക എനിക്ക് തീർത്തേ മതിയാകൂ. അയാളുടെ വാക്കുകളിൽ നിന്നും തീപ്പൊരി പാറി. അതുവരെ ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സദാനന്ദൻ ഒരൽപ്പം പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. ഇത്തരം വൈകാരികമായ കാര്യങ്ങളെ കുറിച്ചുള്ള സംസാരമൊക്കെ നമുക്ക് പിന്നീടാകാൻ രാജേന്ദ്ര. അതല്ല ഇപ്പോ നമ്മുടെ ലക്ഷ്യം. പിന്നെ എന്താണ് സാറേ? രാജേന്ദ്രൻ ചോദിച്ചു. ഏറ്റവും പ്രധാനം ആ കാവിലിരിക്കുന്ന രത്നം സ്വന്തമാക്കുക എന്നതാ. അതിനു മുന്നിൽ ബാക്കിയെല്ലാം വെറും നിസ്സാരം. സദാനന്ദന്റെ കണ്ണുകളിൽ അത്യാഗ്രഹത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. ദേ, അതാ ഞാനും പറയാൻ വന്നത്. ഗംഗാധരൻ സദാനന്ദനെ പിന്താങ്ങി. അതെങ്ങനെ സാധിക്കും? പലവട്ടം നമ്മൾ ശ്രമിച്ചതല്ലേ? രാജേന്ദ്രന്റെ സംശയമായി. അതിനു മുന്നേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. സദാനന്ദൻ പറഞ്ഞത് കേട്ട് എല്ലാവരും അയാളെ ശ്രദ്ധിച്ചു. അതിനിടെ ഗംഗാധരൻ ഒരൽപ്പം സംശയത്തോടെയാണ് സദാനന്ദനെ നോക്കിയത്. അല്ല സാറേ, പണ്ടത്തെ പോലെ സാറിപ്പോ പാർട്ടി സെക്രട്ടറി ഒന്നും അല്ലല്ലോ. അപ്പോ അധികാരം കയ്യിലില്ലാതെ കാര്യങ്ങളൊക്കെ നീക്കാൻ എളുപ്പമാവോ? ഗംഗാധര, ഒരു പേരിലല്ല കാര്യങ്ങൾ ഇരിക്കുന്നത്. ഞാനിപ്പോ പാർട്ടി സെക്രട്ടറി അല്ലാതായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ പല മന്ത്രിമാരുടെയും രഹസ്യ കളികളൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാന്നേ. അവന്മാരെയൊക്കെ എവിടെ നിർത്തണമെന്നും എനിക്കറിയാം. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി അല്ലെങ്കിലും ചാരടി ഇപ്പോഴും എന്റെ കയ്യിൽ തന്നെയാ. ഞാൻ ഇനി ആ വഴിക്ക് കളിക്കാനാ പോകുന്നത്. അയാളൊന്ന് നിർത്തി കുടിലമായൊരു ചിരിയോടെ തുടർന്നു. അവന്മാരെ എന്റെ ചൊൽപ്പടിയിൽ ഒതുക്കിയ മന്ത്രിസഭ വീഴുവെന്ന പേടി മുഖ്യനും ഉണ്ടാകും. അതുകൊണ്ട് മുഖ്യനും എന്റെ കൂടെ നിൽക്കും. പിന്നെ ആ ദേവനെയും വിഷുവിനെയും ഒക്കെ ഒതുക്കാൻ വളരെ എളുപ്പമായിരിക്കും. അവരെ അത്രയ്ക്കങ്ങ് നിസ്സാരമായിട്ട് കാണണ്ട സാറേ, രാജേന്ദ്രൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ സദാനന്ദൻ അതങ്ങ് ചിരിച്ചു തള്ളി. നമ്മൾ ആദ്യം മാറ്റേണ്ടത് ആ ദേവനെയാ. അതിനുള്ള വഴി എന്റെ കയ്യിലുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ പ്രതാപൻ റിട്ടയർ ആവുകയാ. ആ സ്ഥാനത്തേക്ക് ദേവനെ കൊണ്ടുവരാനാ വിഷുവിന്റെ പ്ലാൻ. പക്ഷേ അതങ്ങ് നടക്കാൻ പോകുന്നില്ല. ആ കസേരയിൽ വരാൻ പോകുന്നത് എന്റെ വിശ്വസ്തനായ ഒരാളായിരിക്കും. എല്ലാവരും ആകാംക്ഷയുടെ സദാനന്ദനെ നോക്കി. എന്നിട്ട് അവന്മാർ അനന്തന്റെ കൊലപാതകം കുത്തിപ്പൊക്കിയതുപോലെ സജീവന്റെ കൊലപാതകം ഞാൻ വീണ്ടും കുത്തിപ്പൊക്കും. അതിന്റെ പേരിൽ ഗൗരിയെ ഞാൻ അറസ്റ്റ് ചെയ്യിക്കുകയും ദേവനെ സസ്പെൻഡ് ചെയ്യിക്കുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യുന്നതിന് എനിക്ക് കുറച്ച് മറ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയാ കാട്ടിനുള്ളിൽ വെച്ച് ഞാൻ എന്റെ ആളുകളെ കൊണ്ട് ആ സതീഷിനെ അങ്ങ് തീർത്തത്. സദാനന്ദൻ യാതൊരു കൂസലുമില്ലാതെ പറഞ്ഞത് കേട്ട് രാജേന്ദ്രനും ഗംഗാധരനും ഞെട്ടി പരസ്പരം നോക്കി. കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് ഇയാൾ ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്നതായിരുന്നു അവരുടെ സംശയം. അയാളെ പിടിച്ചു വെച്ചിരുന്നവന്മാരെ കൈ കിട്ടിയില്ല. പക്ഷെ അവരുടെ ആവശ്യം നമുക്കിപ്പോ ഇല്ല. അവന്മാരുടെ കാര്യം ഇനി പോലീസ് നോക്കിക്കൊള്ളും. പത്രക്കാരും പോലീസും ഒക്കെ ഇനി കുറച്ചു നാള് ആ കൊലപാതകത്തിന്റെ പിന്നിലായിരിക്കും.
ആ അവസരത്തില് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നീക്കണം. സദാനന്ദൻ തന്റെ മാസ്റ്റർ പ്ലാൻ അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. 3-4 മാസം കൂടി കഴിഞ്ഞാൽ ഒറ്റങ്കാവ് അമ്പലത്തിൽ ഉത്സവമാ. മുടിയേറ്റ് നടക്കുന്ന ആ സമയത്ത് വേണം നമുക്ക് ഗൗരി അറസ്റ്റ് ചെയ്യാൻ. നാട്ടുകാരെല്ലാം അമ്പലത്തിലായിരിക്കുന്ന ആ സമയത്ത് നമുക്ക് കാവിൽ നിന്നും ആ രത്നം എടുക്കണം. അതിന് ഗൗരി നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നതാ ഏറ്റവും നല്ലത്. രത്നം എടുക്കണമെങ്കിൽ ആ ഗൗരിയുടെ സാന്നിധ്യവും വേണമെന്നാണല്ലോ ആ ജ്യോത്സ്യം പറഞ്ഞത്. അതൊക്കെ ശരി തന്നെ. പക്ഷെ വിശ്വം പ്രശ്നമുണ്ടാക്കില്ലേ സാറേ? അവൻ ആഭ്യന്തരമന്ത്രിയല്ലേ? പോലീസ് അവന്റെ കൂടെയല്ലേ നിൽക്കൂ? ഗംഗാധരൻ ആശങ്കയോടെ ചോദിച്ചു. എടോ, മുഖ്യം നമ്മുടെ കൂടെ ആയാ പിന്നെ അവനെ ആ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കാൻ വലിയ പാടൊന്നുമില്ല. ബ്രഹ്മാവിനാണോ ആയുസിന് വഞ്ഞം? സദാനന്ദന്റെ ആ ചോദ്യത്തിൽ തീരുമാനങ്ങളെല്ലാം എടുത്തവന്റെ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ആ കാര്യം ഓർത്ത് നിങ്ങൾ ആരും ഇപ്പൊ തല പോയിക്കണ്ട. പിന്നെ തൽക്കാലം സജീവന്റെ കൊച്ചിന്റെ പുറകെ പോകാനും നിൽക്കണ്ട. പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങി എന്ന് വിചാരിച്ച് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും അങ്ങ് ഇരിക്കട്ടെ. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കൂ. എന്തേ, ശരിയല്ലേ? ആ ചോദ്യത്തിന് അവിടെ ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. സദാനന്ദന്റെ കുടില ബുദ്ധിക്ക് മുന്നിൽ അവർ പകച്ചുപോയിരുന്നു. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഗംഗാധരൻ പതുക്കെ പറഞ്ഞു, എങ്കിൽ പിന്നെ സാറ് പറയുന്നത് പോലെ തന്നെ അങ്ങ് നടക്കട്ടെ. രാജേന്ദ്രനും സമ്മതമെന്നോണം തലകുലുക്കി. പുറത്ത് അപ്പോൾ ഇരുട്ട് കനക്കുകയായിരുന്നു. ശ്രീനിലയത്തിന്റെ ആ 4 ചുവരുകൾക്കുള്ളിൽ അവരുടെ ഗൂഢാലോചന പൂർണ്ണമാകുമ്പോൾ രാജീവ് മറ്റെന്തൊക്കെയോ കണക്കൂട്ടലിലായിരുന്നു. സ്വന്തം രക്തബന്ധങ്ങളെ പോലും സ്വാർത്ഥതയ്ക്കായി കരുവാക്കുന്നവരും അധികാരത്തിനും സമ്പത്തിനും വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരും ചേർന്ന് കൊറ്റങ്കാവിന്റെ സമാധാനം കെടുത്താനുള്ള വലിയൊരു കൊടുങ്കാറ്റിനാണ് അവിടെ തിരിയിട്ടത്. കാവിലെ രത്നത്തിന് വേണ്ടി മരണത്തിന്റെ ഗന്ധമുള്ള ഒരു വല അവർ ഗൗരിക്ക് നേരെ എറിയാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ സദാനന്ദനും കൂട്ടരും ഇത്തരത്തിലൊരു കളി കളിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം വിശ്വനും ദേവനും മുന്നേ തന്നെ കണക്ക് കൂട്ടിയിരുന്നത് അവരൊട്ട് അറിഞ്ഞതുമില്ല. കൊച്ചുറങ്ങിയോ അമ്മേ? വിശ്വന്റെ ചോദ്യം കേട്ട് ശാരദാമ്മ കണ്ണുകൾ തുറപ്പിച്ച് അവനെ നോക്കി. പിന്നെ ഉറങ്ങാതെ നേരെ എത്രയായെന്നാ നിന്റെ വിചാരം? അമ്മയുടെ ചോദ്യം കേട്ട് അകത്തേക്ക് കയറുന്നതിനിടയിൽ വിശ്വൻ ആ കവളിൽ പിടിച്ചൊന്ന് വലിച്ചു. കൊഞ്ചല്ലേ? ദേഷ്യത്തോടെ അവരവന്റെ കൈ തട്ടി മാറ്റി. ഇന്ന് നിന്റെ വിവാഹമായിരുന്നില്ലേ വിശ്വ? ഇന്നൊരു ദിവസത്തേക്കെങ്കിലും നിനക്ക് സ്വന്തം കാര്യം നോക്കിക്കൂടായിരുന്നോ? എന്താ അമ്മയെ പറയുന്നേ? ഇന്ന് നടന്ന കാര്യം അമ്മയും അറിഞ്ഞതല്ലേ? ട്രൈബൽ വെൽഫെയർ ബോർഡിൽ ഒരു സീനിയർ ഓഫീസറാ ആ സതീഷ്. കൊല ചെയ്യപ്പെട്ടതോ നമ്മുടെ നാട്ടിൽ വെച്ചു. അമ്മ, ഞാൻ ഈ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയാ. ഇത്തരമൊരു പ്രശ്നമുണ്ടാകുമ്പോ എനിക്ക് മാറി നിൽക്കാനാവോ? മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതിനൊപ്പം ഇനി സ്വന്തം കുടുംബത്തിന്റെ കാര്യം കൂടി ഒന്ന് നോക്കണം. അതും പറഞ്ഞുകൊണ്ട് അവർ മുൻവശത്തെ വാതിൽ ചേർത്തടച്ചു. നീ മുറിയിലോട്ട് ചെല്ലി. കിച്ചുട്ടിന് ഉറങ്ങിക്കാണും. പക്ഷെ ആ കൊച്ച് നിന്നെയും കാത്തിരിപ്പുണ്ടാവും. ഓക്കേ. കണ്ണൊന്നിറുക്കിയിട്ട് മുറിയുടെ നേർക്ക് നടക്കുന്നവരെ നോക്കിക്കൊണ്ട് ശാരദാമ്മ ചിരിയോടെ തലകുലുക്കി. തലേ ദിവസത്തിന്റെ ആവർത്തനം തന്നെയാണ് വിശ്വൻ മുറിക്കകത്ത് കണ്ടത്. കട്ടിലിൽ നിരത്തിയിട്ടിരിക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് നടുവിൽ മലർന്നടിച്ച് കിടപ്പുണ്ട് കിച്ചൂട്ടൻ. കട്ടിലിൽ ഇരിക്കുകയായിരുന്ന രശ്മിക അവനെ കണ്ടതും എഴുന്നേറ്റ് ഒതുങ്ങി നിന്നു. തലേ ദിവസത്തേതിൽ നിന്നും വ്യത്യസ്തമായി അവൻ കണ്ടത് അവൾ കസവിന്റെ സാരി ഉടുത്തിട്ടുണ്ട് എന്നതും തലയിൽ മുല്ലപ്പൂ ചൂടിയിട്ടുണ്ട് എന്നതും മാത്രമായിരുന്നു. അമ്മയുടെ പണിയാകും ഇതൊക്കെ എന്ന് ഓർത്തുകൊണ്ടാണ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നത്. കിച്ചൂട്ടൻ ഉറങ്ങിയില്ലേ? അവൾ തലകുലുക്കി. തനിക്ക് ഈ സാരിയും പൂവും ഒക്കെ മാറ്റിയിട്ട് വീട്ടിലിടാൻ പറ്റുന്ന എന്തെങ്കിലും എടുത്ത് ഇടായിരുന്നില്ലേ? അത് അമ്മ. അത്രയും പറഞ്ഞിട്ട് അവൾ നിർത്തി. കാര്യം മനസ്സിലായതുപോലെ തല കുലുക്കിക്കൊണ്ട് അവൻ കയ്യിലിരുന്ന പാക്കറ്റ് അവൾക്ക് നേരെ നീട്ടി. ഒരു ചോദ്യഭാവത്തോടെ അവൾ മുഖമുയർത്തി നോക്കി. ഒരു മൊബൈൽ ഫോണാ. കയ്യിൽ ഫോണില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് വാങ്ങിയതാ. സിമ്മും ഇട്ടിട്ടുണ്ട്. ഇതിലിപ്പോ എന്റെ നമ്പറും തന്റെ അച്ഛന്റെ നമ്പറും സേവ് ചെയ്തിട്ടുണ്ട്. അവളുടെ മുഖം ഒന്ന് വിടർന്നത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മാറാനുള്ള വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് വിശ്വൻ വാഷ്റൂമിലേക്ക് കയറി. അല്പസമയത്തിന് ശേഷം തിരിച്ചിറങ്ങി വരുമ്പോഴും അവൾ ആ ഫോണും കവറും പിടിച്ച് നിൽപ്പായിരുന്നു. താനത് നോക്കിയില്ലേ? ഇങ്ങതാ. അവൻ കൈ നീട്ടിയപ്പോൾ അവൾ ആ കവർ അങ്ങോട്ടേക്ക് കൊടുത്തു. താൻ ചെന്നൊന്ന് ഫ്രഷായി ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ. അവൻ പറഞ്ഞതും തല കുലുക്കിക്കൊണ്ട് അവൾ വാഷ്റൂമിന് നേർക്ക് നടന്നു. ഹലോ, മാറാനുള്ള ഒന്നും എടുക്കുന്നില്ലേ? ആ ചോദ്യം കേട്ട് അവൻ കാണാതെ നെറ്റിയിൽ മെല്ലെ തല്ലിക്കൊണ്ട് തിരിഞ്ഞിട്ട് അവൾ കബോർഡ് തുറന്നു. കുളിമുറിക്കകത്തേക്ക് കൊണ്ടുവന്ന് തരാൻ മടിയുണ്ടായിട്ടല്ല, പക്ഷെ ഇപ്പോൾ തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പ്രൂവ്മെന്റ് വേണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാകട്ടോ. പിന്നിൽ നിന്നും കേട്ട ആ കുസൃതിയിൽ തിരിഞ്ഞു നോക്കാതെ നാക്ക് കടിച്ചുകൊണ്ട് അവൾ വസ്ത്രങ്ങളും എടുത്ത് ഓടി എന്നതുപോലെ വാഷ്റൂമിനകത്തേക്ക് കയറി കഥ കടച്ചു.
ആ ഓട്ടം കണ്ട് ചിരിച്ചും കൊണ്ട് കട്ടിലിലേക്കിരുന്ന വിശ്വൻ കിച്ചൂട്ടിന് ചുറ്റും ചിതറിക്കിടന്നിരുന്ന കളിപ്പാട്ടങ്ങൾ എടുത്ത് മേശപ്പുറത്തേക്ക് ഒതുക്കി വെച്ചു. കട്ടിലിന് നടുക്കായി കിടന്നിരുന്ന അവനെ പുതപ്പ് വലിച്ച് പുതപ്പിച്ചിട്ട് വിശ്വൻ ഇങ്ങേവശത്തേക്ക് ചാരിക്കിടന്നു. അങ്ങനെ കിടന്നുകൊണ്ട് കവർ തുറന്ന് പുതിയതായി വാങ്ങിയ മൊബൈലിന്റെ സെറ്റിംഗ്സ് എല്ലാം ഒരിക്കൽ കൂടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ രശ്മിക വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. ഒരു ഇളം നീല ചുരിദാറാണ് അവൾ ഇട്ടിരിക്കുന്നത്. ഉടുത്തിരുന്ന സാരിയും മറ്റും കയ്യിൽ മടക്കി പിടിച്ചിട്ടുമുണ്ട്. മുറിക്കകത്തുണ്ടായിരുന്ന സ്റ്റാൻഡിലേക്ക് അതൊക്കെ ഇട്ടിട്ട് അവൾ കട്ടിലിനരികിലേക്ക് വന്നു. ഇന്നാ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ ആ ഫോൺ അവൾക്ക് നേരെ നീട്ടി. അവളത് വാങ്ങി ഒന്ന് നോക്കി. സാംസങ്ങിന്റെ വില കൂടിയ ഫോണാണ് അതെന്ന് മനസ്സിലായതും ഒന്ന് ഓൺ ആക്കി നോക്കിയിട്ട് അവൾ അത് മേശപ്പുറത്തേക്ക് വെച്ചു. കിടക്കുന്നില്ലേ? എന്റെ പൊന്നു രശ്മി, തന്റെ ഈ മുക്കലും മുകളിലും നിർത്താറായില്ലേ ഇതുവരെ? സോറി. ഓ, അത്രയെങ്കിലും കേട്ടല്ലോ ആദ്യ രാത്രിയായിട്ട്. ആ ലൈറ്റ് കിടത്തിക്കോ. ഡീം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവനിടയ്ക്ക് എഴുതേക്കുന്ന പതിവൊക്കെ ഉണ്ടോ? ചിലപ്പോഴൊക്കെ. സംസാരിക്കുന്ന കാറ്റെങ്ങാനും തട്ടി അവന് വേദനിക്കുമോ എന്ന മട്ടിൽ അത്രയും പതിഞ്ഞാണ് അവൾ ഓരോ വാക്കുകളും പെറുക്കി വെക്കുന്നത്. ഇത് കുറെ പാടുപെടേണ്ടി വരും വിശ്വ. തന്നെത്താൻ പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു. കണ്ണിന് കുളിർമയുള്ള ഒരു നീല വെളിച്ചം മുറിക്കുള്ളിൽ പരന്നു. ഇനി എടുത്തു കിടത്തണോ? അനങ്ങാതെയുള്ള നിൽപ്പ് കണ്ട അവൻ ചോദിച്ചതോടെ ചാടി എന്നതുപോലെ അവൾ കട്ടിലിന്റെ അങ്ങേവശത്തേക്ക് കയറിക്കിടന്നു. അതോടെ ഉറക്കം ഞെട്ടിയ കിച്ചുട്ടൻ കണ്ണുമിഴിച്ചു. ഉറക്കം മുറിഞ്ഞ ഈർഷ്യയോടെ അവൻ ചിണുങ്ങാനും തുടങ്ങി. രശ്മിക അങ്ങേ വശത്തു നിന്നും കൈയെത്തിച്ച് അവനെ ചുറ്റിപ്പിടിച്ചു. അച്ഛനാണോ ഇത്? പാതിമയക്കത്തിൽ അവളുടെ കൈ തപ്പിക്കൊണ്ടുള്ള അവന്റെ ചോദ്യം കേട്ടതും ചെറിയൊരു കുറുമ്പോടെ അവൾ കൈ വലിച്ചു കളഞ്ഞു. അച്ഛൻ ഇവിടെയുണ്ട്, കിച്ചൂട്ടൻ ഉറങ്ങിക്കോ കേട്ടോ. അച്ഛന്റെ ശബ്ദം കേട്ടതോടെ കിച്ചൂട്ടൻ കൈ കൊണ്ട് തപ്പിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് വലിഞ്ഞു കയറി കിടന്നു. അച്ഛനെ കിട്ടിയതോടെ അവൻ അമ്മയെ അന്വേഷിക്കലായി. അങ്ങേ കൈകൊണ്ട് അവൻ അമ്മയെ തപ്പി നോക്കുന്നുമുണ്ട്. ഇങ്ങ് നീങ്ങിക്കിടക്ക് രശ്മി. സ്വരത്തിൽ അല്പം ഗൗരവം കലർത്തി അങ്ങ് വിശ്വം പറഞ്ഞതും കാന്തം പോലെ അവൾ അടുത്തേക്ക് പോന്നു. മറ്റേ കയ്യിൽ അവളെയും കിട്ടിയതോടെ കിച്ചൂട്ടൻ തൃപ്തനായി വീണ്ടും ഉറങ്ങാനുള്ള വട്ടം കൂട്ടി. മുട്ടിയില്ല എന്ന മട്ടിലുള്ള രശ്മികയുടെ കിടപ്പ് രസിച്ചതുപോലെ വിശ്വൻ ആ മങ്ങിയ വെളിച്ചത്തിൽ കണ്ണുകളടച്ച് കിടന്നുകൊണ്ട് ചിരിച്ചു. ഇത് കൊള്ളാം. കിടപ്പ് അല്പം കൂടി ഒന്ന് വിസ്തരിച്ചാക്കിക്കൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്ത് സഹായിക്കണേ. താങ്ക് യു. See you soon.